ഇത് അസഫ് ആടുകൾ. ഇസ്രയേലിൽ നിന്നുള്ള ഒരു പ്രത്യേക ഇനം ആടാണ് അസഫ് ആട്. ഇത് അബാസി, ഈസ്റ്റ് ഫ്രീഷ്യൻ എന്നീ ഇനങ്ങളെ കലർത്തി വികസിപ്പിച്ചതാണ്. ഉയർന്ന പാലുൽപാദനം, മാംസത്തിനുള്ള ഗുണമേന്മ, ചൂടുള്ള കാലാവസ്ഥയോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് സവിശേഷതകൾ. നമ്മുടെ ആടുകളെ പോലെ അസഫ് ആടുകളും പാലിന് ഉപയോഗിക്കുന്നു. പക്ഷേ ഇവ വലുതാണ്. കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നു. പാൽ, ചീസ്, മറ്റ് പാലുൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഞങ്ങൾ പപ്പീസ്, ഇച്ചിരി ക്യൂട്ട് പപ്പീസ് കേട്ടോ. ബ്ലാക്ക് ടഫ്റ്റഡ് മാർമോസെറ്റ് അഥവാ കറുത്ത കുഞ്ഞൻ കുരങ്ങ്. ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കറുത്ത ചെവിക്ക് ചുറ്റും രോമക്കെട്ടുകൾ, മുഖത്ത് വെളുത്ത രോമങ്ങൾ, ചെറിയ വലിപ്പം. ഇവയ്ക്ക് എതിർവിരൽ ഇല്ല. ബ്രസീലിലെ നിയോട്രോപ്പിക്കൽ ഗാലറി വനങ്ങളാണ് ആവാസ വ്യവസ്ഥ. 4-5 പെൺകുരങ്ങുകളും 2-3 ആൺകുരങ്ങുകളും ഉൾപ്പെടുന്ന കൂട്ടങ്ങളിൽ ജീവിക്കുന്നു. മാതൃകേന്ദ്രീയ സമൂഹം. ഭക്ഷണങ്ങളായി പഴങ്ങൾ, പ്രാണികൾ, മരപ്പശ എന്നിവ ഉപയോഗിക്കുന്നു. ോട്ടെ, ആരും ശല്യം ചെയ്യല്ലേ. എന്തൊരു ഉറക്കം, ഒന്നൊന്നര ഉറക്കമാണ് കേട്ടോ. ബംഗാൾ ക്യാറ്റ്. പുള്ളിപ്പുലി പോലുള്ള പുള്ളികളോ മാർബിൾ പാറ്റേണോ ഉള്ള തിളങ്ങുന്ന രോമങ്ങൾ. ഇടത്തരം മുതൽ വലിയ വലിപ്പം, 3 മുതൽ 7 കിലോ വരെ ഭാരം. ചുറുചുറുക്കുള്ള കളിയന്മാരായ ബുദ്ധിശാലികൾ, ജലവുമായി കളിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏഷ്യൻ ലെപ്പേർഡ് പൂച്ചയും വളർത്തുപൂച്ചയും കലർത്തി അമേരിക്കയിൽ വികസിപ്പിച്ച ഇനം. ഇതിൻ്റെ രോമം പതിവായി ചെയ്യേണ്ടതുണ്ട്. ധാരാളം ശ്രദ്ധയും കളിസ്ഥലവും ഇതിന് ആവശ്യമാണ്.